എന്നെ റെഡി ആയിരിക്കുന്നത് ആശുപത്രിയിലോട്ട് പോകാനാണ്. വേറൊന്നുമല്ല, എനിക്ക് മുട്ടിന് വേദനയ്ക്ക് ഒന്ന് കാണിക്കണം. പിന്നെ കുഞ്ഞിന് രാത്രി മുഴുവൻ പനിയായിരുന്നു. അവനും ഉറങ്ങില്ല, ഞങ്ങളെ ഉറക്കിയില്ല. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അവനെ. പിന്നെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരുങ്ങിയിരുമ്പോൾ തന്നെ വെള്ളം വന്നു. പിന്നെ വെള്ളമൊക്കെ പിടിച്ചിട്ട് ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിപ്പോയത്. നമ്മുടെ മുണ്ടക്കയം കോസ്വേ പാലം വഴിയാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ നല്ല തിരക്കാണ്. കാരണം തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് പ്രത്യേകം പറയാനൊന്നുമില്ല. നല്ല തിരക്കാണ്. ബസ് സ്റ്റാൻഡിൽ പോകുന്നു. മുണ്ടക്കയം ടൗണിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. അതിന് ശേഷം ഞങ്ങൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. 200 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്നത് പിന്നെ നേരെ മെയിൻ റോഡ് വഴിയല്ല പോകുന്നത്. ഞങ്ങൾ വെള്ളനാടി പാലമ്പറ വഴി പിന്നെ 26 ചെന്ന് കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതിലേ പോകുന്നത്. പക്ഷേ നല്ല ദൂരം ഉണ്ടായിരുന്നു ഇതിലേ പോകുന്നത്. നേരെ മെയിൻ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും ദൂരം ഉണ്ടായിരുന്നു ഇതിലേ പോകുന്നത്. പക്ഷേ കാണാനൊക്കെ നല്ല കാഴ്ചയുള്ളതുകൊണ്ട് പിന്നെ ഇതിലേ പോകാമെന്ന് ചേട്ടായി പറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റേ കൈതത്തോട്ടമാണേ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. പിന്നെ പോയ വഴിക്ക് റബ്ബർ തോട്ടം ഉണ്ട് ഇഷ്ടം പോലെ. അപ്പുറം ഇപ്പുറം എല്ലാം റബ്ബർ തോട്ടം. പിന്നെ ഇതാണ് പ്ലാന്റേഷനെ. അടിപൊളി. ഇത് എത്ര ഏക്കറാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിറച്ചും കൈതയായിരുന്നു. ഇത് വിളവെടുക്കാറായതാണെന്ന് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിലെല്ലാം എൻ്റെ വെയിലൊത്തിരി അടിക്കാതിരിക്കാനായിരിക്കും എല്ലാം കച്ചി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചേക്കുമായിരുന്നേ. അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇടുക്കിയിൽ ഇതൊന്നുമില്ല. എൻ്റെ വീട് ഇടുക്കിയിലാണ്. അവിടെ ഈ ഏലവും കാപ്പിക്കുരു, കുരുമുളക് അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. ഏത്തവാഴ അങ്ങനത്തെ കൃഷികളൊക്കെ അല്ലേ. ഇങ്ങനത്തെ കൈതച്ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ ഒരു പുതുമയുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ സമയം പോയതുകൊണ്ട് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പോവുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓർത്തോ ഡോക്ടറൊക്കെ നല്ല തിരക്കാണ് കാണാൻ. അതുകൊണ്ട് സമയം പോയായിരുന്നു ഒരുപാട്. കാരണം വെള്ളം പിടിക്കാനും കൂടെ നിന്നുകൊണ്ട് ഒരുപാട് സമയം പോയായിരുന്നേ. ഞങ്ങൾ മുന്നേ നല്ല സ്പീഡിൽ തന്നെയാണ് ചേട്ടായി പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ടൗണിലോട്ട് ചെന്ന് കയറിയേ. അവിടെ ആണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ആശുപത്രിയിലോട്ട് ചെല്ലണ്ട, കാരണം തിങ്കളാഴ്ച ദിവസം നല്ല തിരക്കായിരിക്കുമേ. അത് പേടിച്ച് ഞങ്ങൾ വിട്ടടിച്ച് പോവുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന വഴിയാണ്. ഇതിലേ കയറി അപ്പുറത്തെ വഴിയാണ് ഇറങ്ങി വരുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞൊരു ബസ് ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരി വണ്ടിയാണേ. പിന്നെ ഒരു 5 മിനിറ്റോളം അതിൻ്റെ പുറകെ പോകേണ്ട വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയേ. കാരണം സമയം അതുപോലെ പോയായിരുന്നു. കാരണം കുഞ്ഞിനെയും കാണിക്കണം, എന്നെയും കാണിക്കണം. പോയ വഴിക്കാണെങ്കിലും നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട്, സൈഡിൽ കൂടെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. നല്ല കടലാസ് റോസയൊക്കെ. ഇത് സ്കൂളിൻ്റെ മുറ്റമാണേ. പിന്നെ ഞങ്ങൾ ആശുപത്രിയുടെ ഫ്രണ്ടിൽ തന്നെ എത്തിയേ. ഇതിലാണ് തിരിഞ്ഞാണ് ആശുപത്രിയിലോട്ട് കയറി പോകുന്നത്. അപ്പോഴത്തേനും ഒരു ബസ് കുറുകെ വന്നു. പിന്നെ അവിടെ 2 മിനിറ്റ് നിന്നിട്ട് പിന്നെ ഞങ്ങൾ ആശുപത്രിയിലോട്ട് കയറി. ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളിയാണ്. ഇവിടെയാണ് ഇവനുണ്ടായതുവേ. ഇവിടുത്തെ ചികിത്സയാണ്. ഈ കാണുന്ന കെട്ടിടത്തിലാണ് ഇവന് ഡെലിവറി ആയി കിടന്നത് ഞങ്ങളെ. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പരിചയമാണ്. കാരണം ഒരു 7 ദിവസം കിടക്കേണ്ട വന്നായിരുന്നു ഇവിടെ അന്ന്. പിന്നെ ഇതാണ് ആശുപത്രിയുടെ ഫ്രണ്ട്, അത്യാഹിത വിഭാഗമേ. അങ്ങനെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുകയില്ല. കാരണം സെക്യൂരിറ്റിയൊക്കെ കണ്ടാൽ ചിലപ്പം വഴക്ക് പറയുവേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിക്കാനേ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചീട്ടൊക്കെ എടുത്തേ. ഇതാണ് ചീട്ടെടുക്കുന്നതിൻ്റെ. പിന്നെ OP ഒക്കെ ഉള്ള ബ്ലോക്ക് ഇതാണ്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് എനിക്ക് മുറ്റുമേനയാണ് കയറിപ്പോയത്. അത് 1ാം നിലയിൽ ഇറങ്ങേണ്ടത് ഞങ്ങൾ 2ാം നിലയിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വരേണ്ട വന്നേ. അത് കാലുവേദനയായിട്ടായിരുന്നു. പിന്നെ എത്തിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വന്നേ. പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി കയറിയപ്പോഴത്തേന് പിന്നെ ചേട്ടായി കുഞ്ഞിനെ കൊണ്ട് പിള്ളേരുടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. പിന്നെ മരുന്ന് മേടിക്കുന്നിടത്താണ് ഭയങ്കര തിരക്കായിരുന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും ഭയങ്കര തിരക്കാണ്. പിന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇച്ചിരി നേരം പോയി ഇരുന്നേ. കുറച്ച് നേരമൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന്. പിന്നെ കോണം കാണിക്കാൻ തുടങ്ങി. ഭയങ്കര വഴക്കായിരുന്നേ. കാർച്ചയും ബഹളവും. കാരണം ഉറങ്ങേണ്ട സമയമായിരുന്നു. തൊട്ടിക്കകത്ത് കിടന്നേ ഉറങ്ങത്തുള്ളേ. കയ്യിലിരുന്നൊന്നും ഉറങ്ങത്തൊന്നുമില്ല. മയങ്ങിയിരിക്കുമായിരുന്നേ. പിന്നെ ഞങ്ങൾ ചേട്ടായി പിന്നെ മരുന്നൊക്കെ മേടിച്ചിട്ട് 2-3-4 കൂട്ടം മരുന്നൊക്കെ കിട്ടിയേ. കുഞ്ഞിനും കിട്ടി, എനിക്കും കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ചോറുണ്ണാൻ കയറിയേ. ചോറ് മേടിച്ചു. പരിപ്പ്, മീൻകറി, മീൻചാറ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പരിപ്പ് കറി മേടിച്ചു. പിന്നെ മത്തി വറുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പ് കറി അടിപൊളിയായിരുന്നു. പിന്നെ മത്തി വറുത്തത് ഞാൻ ഇച്ചിരി കൂട്ടിയപ്പോഴത്തേനും എനിക്ക് ശരിക്കും മുരിഞ്ഞല്ലായിരുന്നു. പിന്നെ ഞാൻ ചേട്ടായിക്ക് കൊടുത്തേ. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. നല്ലപോലെ മുരിയാതെ കഴിച്ചാൽ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുമേ. എന്നിട്ട് ഞാൻ പിന്നെ ചേട്ടായിക്ക് കൊടുത്ത്. പുറം കണ്ട നല്ലപോലെ മുരിഞ്ഞു, പക്ഷേ ഉള്ളൊന്നും അധികം
വെന്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് മുരിയണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുവേ. പിന്നെ അവിടെ നാരങ്ങാച്ചാറും പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ തോരൻ കറി ഉണ്ടായിരുന്നു, ക്യാബേജ് ആയിരുന്നേ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പിന്നെ മുണ്ടക്കയത്ത് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നേ. അവിടെ ഒരു കട, 2-3 കടയിലൊക്കെ കയറണമായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മഴയായതുകൊണ്ട്. പിന്നെ കൊച്ചിനെ പിടിക്കാനും പിന്നെ ചേട്ടായി സാധനം മേടിക്കാൻ അതിലെല്ലാം പോയായിരുന്നു. ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു ഇവരെ. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നേ. ഒരു അരമണിക്കൂറോളം അവിടെ പോസ്റ്റായി പിടിച്ചു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് മരുന്ന് കൊടുക്കും. ചേട്ടായാണ് മരുന്നൊക്കെ കൊടുക്കുന്നത്. എന്തോരം ചോദിച്ച അളവൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ചേട്ടാ പിന്നെ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ മരുന്ന് കുടിക്കാൻ അവന് വലിയ മടിയൊന്നുമില്ല, മരുന്നൊക്കെ കുടിക്കാൻ ഇഷ്ടമാണേ. പിന്നെ മരുന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പെറുക്കി വെച്ചേ. വിറക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചെടിച്ചട്ടി, പിന്നെ വള്ളിപ്പയർ, വൻപയർ, ചെറുപയർ, പിന്നെ പരിപ്പ്, പിന്നെ കുഞ്ഞിനുള്ള ബിസ്ക്കറ്റ്, പഴം, ക്യാരറ്റ്, പിന്നെ ഓയില്, ബീൻസ്, പിന്നെ ചായപ്പൊടി, എല്ലാ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങായ, പിന്നെ എണ്ണയൊക്കെ ഞാൻ പകർത്തി ഒഴിച്ച് വെച്ച സമയത്ത് ചേട്ടാ പിന്നെ വിറക് പൊടിച്ചതിന് മിനിക്കീഴെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്, അങ്ങനെയൊക്കെ ചെയ്തൊക്കെ തരും. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കഞ്ഞി ഇട്ടായിരുന്നേ. വൈകുന്നേരത്തേന് കഞ്ഞിയില്ല, ചോറില്ലായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ആ ചെടിയെല്ലാം നട്ടു. ചേട്ടായി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാണ്, മണി പ്ലാന്റാണ്, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെല്ലാം ഡെസ്കിലെ സാധനങ്ങളൊക്കെ ഒതുക്കി ഞാൻ ആ മൂലയ്ക്ക് കൊണ്ട് വെച്ച് നല്ലപോലെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ ശരിയെന്നൊക്കെ ഞാനും പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം, ബൈ.